ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെളിവെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വലിയ പ്രതിഷേധമുണ്ടാവുമെന്ന പേടി പോലീസിനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് മാറ്റി വെക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? അതീവ രഹസ്യമായിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഋതുവിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. അതേസമയം അതായത് നേരത്തെ ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏത് സമയമെന്ന് കൃത്യമായി പറയുകയോ അതല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ പോലും അറിയുകയോ ചെയ്യാത്ത സാഹചര്യമുണ്ട് ഇപ്പോഴും. അത് ശ്രീജി സൂചിപ്പിച്ചതുപോലെ നേരത്തെ കോടതിയിൽ ഋതുവിനെ ഹാജരാക്കുന്ന സമയത്തുണ്ടായ ജനരോഷം അത്തരം സാഹചര്യങ്ങളൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കുക, അതല്ലെങ്കിൽ തെളിവെടുപ്പ് സമയത്ത് ഒരുപക്ഷെ ഋതുവിനെ കയ്യേറ്റം ശ്രമിക്കാകാമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുൻകരുതലിൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തെളിവെടുപ്പ് എത്ര വളരെ വേഗം, അതായത് വലിയ അറിയിപ്പുകളൊന്നുമില്ലാതെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുമായി തെളിവെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഈ ചികിത്സയിലുള്ള ജിതിൻ ബോസ് മരിക്കാത്തതിൽ അങ്ങേയറ്റം നിരാശയുണ്ടെന്നായിരുന്നു ഋതു മൊഴി നൽകിയത്. ഈ ആക്രമണം നടത്തിയത് മുഴുവൻ ജിതിൻ ബോസിനെ ലക്ഷ്യമിട്ട് തന്നെ ആയിരുന്നു. അത് നടന്നില്ല. ജിതിൻ സഹോദരിയെ കളിയാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് മുതിർന്നത് എന്നാണ് ഋതു പറഞ്ഞത്. ഓരോരുത്തരെയും തലക്കടിച്ച് വീഴ്ത്തുമ്പോഴും ഓരോരുത്തരുടെയും മരണം ഉറപ്പിക്കാൻ വീണ്ടും തലക്കടിച്ച് മരണം ഉറപ്പിച്ചെന്നും ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജിതിനെ തലക്കടിക്കുന്നതിന് പുറമെ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അത് മരണം ഉറപ്പാക്കാനാണ് എന്നും ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഋതുവുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. കൂട്ടക്കൊല നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയനെ ഇപ്പോൾ കൃത്യം നടന്ന 3 പേരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കുകയാണ്. പ്രദേശത്ത് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന ഭീതിയിൽ പോലീസ് കനത്ത സുരക്ഷയാണ് പാലിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. പ്രതി എന്ന് കരുതുന്ന എറണാകുളം സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. മൊഴിയിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഭർത്താവ് രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്തു. അക്രമി എന്ന് കരുതുന്നയാൾ തട്ടിയെടുത്ത് സഞ്ചരിച്ച യുവതിയുടെ തന്നെ സ്കൂട്ടറാണ് ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിച്ചു. പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവിന്റെ ഭാര്യ ആതിരയെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. ആതിര ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ആൾ സംഭവത്തിന് 2 ദിവസം മുൻപ് ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, സംഭവം നടന്നിട്ട് ഇത്ര സമയമായിട്ടും ഈ പ്രതിയിലേക്ക് നേരിട്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, സ്കൂട്ടർ കണ്ടെത്തി, ഇതൊന്നും പറയുന്നതല്ലാതെ കൃത്യമായി ഇയാളിലേക്ക് എത്താൻ പോലീസിന് ഇനിയും ബുദ്ധിമുട്ട് എന്താണ്? ആളെ പോലീസ് തിരിച്ചറിഞ്ഞു, പക്ഷേ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണമെന്നും പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല. ഈ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടു എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം ആതിരയുടെ കാണാതായ സ്കൂട്ടർ ഇന്നലെ ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക ശേഷം പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാം എന്നാണ് പോലീസ് കരുതുന്നത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തേക്കുള്ള വഞ്ചിനാട് എക്സ്പ്രസോ അല്ലെങ്കിൽ കൊല്ലത്തേക്കുള്ള പാസഞ്ചറോ ഏതെങ്കിലും ഒരു ട്രെയിനിനെ രക്ഷപ്പെട്ടിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതി ഈ കഠിനകുളം ഭാഗത്ത് പെരുമാതുറ ഒരു കെട്ടിടത്തിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പലതവണ വന്ന് താമസിച്ച ഒരു പോലീസിനെ ലഭിച്ചിട്ടുണ്ട്. പെരുമാതുറ ഹാർബർ ജോലിക്ക് വന്നു എന്ന ഒരു വിവരവും വീട്ടുടമസ്ഥനോട് ഇയാൾ പറഞ്ഞിരുന്നു. ഏതായാലും പ്രതിയെ വൈകാതെ പിടികൂടാനാകുമെന്ന് പറയുമ്പോഴും കൃത്യമായി ഇയാൾ ആണ് പ്രതിയെന്ന് ഉറപ്പിക്കാൻ പോലും പോലീസ് അവരെ കഴിഞ്ഞിട്ടില്ല. സംശയമാണ് ഇപ്പോഴും ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടത്. പക്ഷേ അയാൾ തന്നെ ആകണം ഈ ആതിരയുമായി ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിരുന്ന ആതിരയുടെ സുഹൃത്ത് അയാൾ തന്നെ കൊലപ്പെടുത്തിയിരുന്ന ഒരു നിഗമനത്തിൽ മാത്രമാണ് പോലീസ് ഇതുവരെയും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ പോലീസ് കഴിഞ്ഞിട്ടില്ല. പി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കഠിനംകുളത്ത്
ആതിരയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുന്നത്. ഇനി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരേ സമയം 5 പേരുടെ ഭർത്താവായിരിക്കുക, അവരുടെ സ്വർണവും പണവും ഒക്കെ തട്ടിയെടുക്കുക. വർക്കല താന്നിമൂട് സ്വദേശി 31കാരനായ നിതീഷ് ബാബുവിന്റെ തട്ടിപ്പുകൾ ഇങ്ങനെ വെറൈറ്റിയാണ്. ആറ്റിങ്ങലിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു ഈ വിവാഹ തട്ടിപ്പ് വീരൻ. യുവതികളുടെ പരാതിയിൽ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വർക്കല താന്നിമൂട് ഗുരുമന്ദിരത്തിന് സമീപം ലക്ഷം വീട്ടിൽ 31കാരനായ നിതീഷ് ബാബു എന്ന വിവാഹ തട്ടിപ്പ് വീരനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുന്നിയൂർ സ്വദേശിനിയായ യുവതിയാണ് ഇയാൾ ആദ്യ വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2014 ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി ഒപ്പം കൂടുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയെ വിവാഹം കഴിച്ചു. പിന്നീട് വർക്കല സ്വദേശിയായ യുവതിയെയും നഗരൂർ സ്വദേശിയായ മറ്റൊരു യുവതിയെയും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി. ഇങ്ങനെ ഒരേ സമയം 4 യുവതികളുടെ ഭർത്താവായി നടക്കവെയാണ് 5ാമതൊരു യുവതിയുമായി ബന്ധം തുടങ്ങിയത്. ഇക്കാര്യം നഗരൂർ സ്വദേശിയായ 4ാം ഭാര്യ അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതും നിതീഷിന്റെ വിവാഹ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞതും. ആറ്റിങ്ങലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇവരുടെ സൗഹൃദം വളർന്ന് ഒടുവിൽ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പതിവ് പോലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് യുവതിയുടെ കഴുത്തിൽ താലി കെട്ടി. തുടർന്ന് യുവതിയെ കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ വായ്പ എടുപ്പിക്കുകയും യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയും ചെയ്തു. ഈ മാസം 13-ന് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങിവരവേ റോഡിൽ വെച്ച് പ്രതി ദേഹോപദ്രവം ഏൽപ്പിച്ചു. തുടർന്ന് ബലമായി പിടിച്ചുവലിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ വർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിതീഷ് ബാബുവിന്റെ വിവാഹ തട്ടിപ്പിൽ നിരവധി യുവതികൾ ഇരകളായിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. തട്ടിപ്പ് വ്യക്തമായതോടെ പോലീസ് വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചു. 20 പവനോളം സ്വർണ്ണാഭരണങ്ങളും 8 ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ചു കൈക്കലാക്കിയെന്ന് ഇവരുടെ പരാതിയിൽ പറയുന്നു. 2 യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിശ്വാസവഞ്ചന, ബലാത്സംഗം, ഗാർഹിക പീഡനം തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് ആരെയും അറിയിക്കാതെ ഇയാൾ ഇത്രയും നാൾ കഴിഞ്ഞത് പോലീസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചവർക്ക് പുറമെ മറ്റ് പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാന രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കാസർഗോഡ് മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയും കൂട്ടാളിയും അറസ്റ്റിലായി. ചൌക്കി കല്ലങ്കയിലെ ഹബീബ് എന്ന അഭിലാഷ്, ദേർലക്കട്ടയിലെ അഹമ്മദ് കബീർ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാൽ സ്കൂളിന് സമീപത്താണ് സംഭവം. പെർവാഡ് മാളിങ്കര ഹൌസിലെ ഓട്ടോ ഡ്രൈവർ അബൂബക്കർ സിദ്ദിഖിനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. സംഭവത്തിൽ ചൌക്കി കല്ലങ്കൈ സ്വദേശി ഹബീബ് എന്ന അഭിലാഷ്
ദർലക്കട്ടയിലെ AB മൻസിലിൽ അഹമ്മദ് കബീർ എന്നിവരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിലാഷിന്റെ മുൻ ഭാര്യയുമായി ഓട്ടോ ഡ്രൈവറായ അബൂബക്കർ സിദ്ദിഖിന് സൗഹൃദമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. ൽ നടന്ന സമൂസ റഷീദ് കൊലക്കേസ്, കഞ്ചാവ് കടത്ത്, വധശ്രമം, സ്ത്രീകളെ മർദ്ദിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് അഭിലാഷ്. കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു. അടുത്തിടെയാണ് ഇയാൾ പുറത്തിറങ്ങിയത്. അഹമ്മദ് കബീറിനെതിരെയും കേസ് നിലവിലുണ്ട്. ഓമിനി വാനിലെത്തിയാണ് പ്രതികൾ അക്രമം നടത്തിയത്. വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനിയൊരു തട്ടിപ്പിലേക്കാണ്. ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ അച്ഛനും മകനും തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോലീസിന്റെ പിടിയിലായി. തൂങ്ങാപ്പാറ സ്വദേശി നാസറിനെയും മകൻ മുഹമ്മദ് ജാസിമിനെയുമാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മഞ്ചംകുഴി സ്വദേശിയിൽ നിന്നും കഞ്ചിയൂർക്കോണം ചെട്ടിക്കോണത്ത് താമസിക്കുന്ന ദമ്പതിമാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കിയ കേസിലാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. അറസ്റ്റിലായ നാസർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ സമീപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നും ജോലി ശരിയാക്കി തരാമെന്നും ഉറപ്പ് നൽകും. തുടർന്ന് മകൻ ജാസിമിനെ മെഡിക്കൽ കോളേജിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പണം വാങ്ങി പറ്റിക്കുകയായിരുന്നു പതിവ്. കഞ്ചിയൂർക്കോണം സ്വദേശി രതീഷ് കുമാർ, ഭാര്യ ദിവ്യമോൾ എന്നിവർക്ക് അറ്റൻഡറായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. വീരണക്കാവ് മഞ്ചംകുഴി സ്വദേശി ബാബുരാജിന് പ്യൂണായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് 4 ലക്ഷത്തിലധികം രൂപ വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. തമ്പാനൂരിലുള്ള നാസറിന്റെ ഓഫീസിൽ വച്ചാണ് പ്രതികൾ പണം കൈപ്പറ്റിയത്. 2 പരാതികളിലും കേസെടുത്ത കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വർക്കലയിൽ +2 വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിൽ. വർക്കല കവലിയൂർ സ്വദേശി 26-കാരനായ ബിൻഷാദാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത ശേഷം പ്രണയം നടിച്ചായിരുന്നു പീഡനം. ഒത്താശ ചെയ്ത 2 പ്രതികൾ ഒളിവിലാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത പ്രതി ബിൻഷാദ് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ജനുവരി 18-ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പെൺകുട്ടി സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കാറിലെത്തിയ പ്രതി തന്ത്രപൂർവ്വം കാറിൽ പിടിച്ചു കയറ്റി. പ്രതിയുടെ 2 സുഹൃത്തുക്കൾ കാറിന്റെ മുൻസീറ്റിലും പ്രതി പിൻസീറ്റിലുമായിരുന്നു. തുടർന്ന് കാർ വർക്കല അന്ധവിദ്യാലയത്തിന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ടു. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് പെൺകുട്ടിയെ പ്രതി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വർക്കല പോലീസാണ് ബിൻഷാദിനെ അറസ്റ്റ് ചെയ്തത്. കാറിലൊപ്പമുണ്ടായിരുന്ന 2-3 പ്രതികൾ ഒളിവിൽ പോയി. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുപോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.